ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മളൊരു ഗ്ലാസ് പാൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട കുത്താതെ നല്ല ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യണത്. ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് കട്ട കുത്താതെ ലൂസായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. കുറച്ച് ലൂസ് പോലെ ഒരു ഈ ഒരു രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ പാല് ചൂടാക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഞാനൊരു ലിറ്ററിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഷുഗർ ഇട്ടിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഷുഗറൊക്കെ ഒന്ന് അതിൽ പിടിക്കണ്ടേ. എന്നൊക്കെ നല്ല ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി അവസാനം ഈ രൂപത്തിലാവണം. നല്ല കട്ട കുത്തരുത്, ഒരു ലൂസ് പോലെ പരുവത്തിലാവണം കേട്ടോ. കുറച്ച് ലൂസ്, കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി കട്ടയാവും. അപ്പോൾ ഈ ലൂസ് നല്ല കട്ടയിലാക്കരുത്. അതിന് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷമുള്ള അതാണ് കേട്ടത്. ഫ്രിഡ്ജിൽ വെച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് എന്തോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അനാറും കുറച്ച് ഡേറ്റ്സും പിന്നെ ആപ്പിളും കുറച്ച് നട്ട്സുമാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ കയ്യിൽ എന്താ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി. ഇന്നത് വേണമെന്നൊന്നുമില്ല. ഫ്രൂട്ട്സ് കസ്റ്റാർഡ് അല്ലേ, ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല, എല്ലാ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സ്, എന്താ ആപ്പിളാണെങ്കിൽ ആപ്പിൾ, പഴം ഉണ്ടെങ്കിൽ പഴം, എന്താ ചിട്ട് കൊടുക്കുക. ഇന്നതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ പണി. ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്ത് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വേണമെങ്കിൽ എടുത്ത് കഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ ഒന്നുകൂടി കട്ടായിരിക്കും, ഒരു തിക്കായിട്ടുണ്ട്, അത് രസം, പിന്നെ ഒരു ടേസ്റ്റ് കൂടും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നമ്മളെടുത്ത് കഴിച്ചതിൻ്റെ ശേഷം ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.